രോമാമണിയുടെ പടം ഏതാണ്ടൊരു 6 മാസത്തോളം അവർ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഒരു 14 സീനോ എന്തോ മറ്റോ ആണ് എഴുതിയത്. നിങ്ങളിപ്പോൾ കേൾവിക്കാരെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 14 സീനൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മലയാള അക്ഷരങ്ങൾ മറന്നുപോയി. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓർക്കുന്നു എന്നല്ല, എഴുത്ത് മറന്നുപോയി. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. സീൻ നമ്പർ 1 അല്ല സീൻ നമ്പർ 7 എന്ന് എഴുതണ സ എന്ന അക്ഷരം എങ്ങനെയാണ്, ഇൻ എങ്ങനെയാണ്, എഴുതാൻ പറ്റുന്നില്ല. ഉടനെ ഞാൻ ഒരു അരപ്പൊക്കെ എടുത്ത് കഴിക്കും. അരപ്പൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേനും ഒരു മിനിറ്റ് ഒരു നോർമാലിറ്റി കിട്ടും. അങ്ങനെ 24 hours മദ്യമില്ലെങ്കിൽ ഞാൻ അബ്നോർമലാണെന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഞാൻ തന്നെ എത്തി. അങ്ങനെ എനിക്ക് തന്നെ ഭയമായി തുടങ്ങി. രാത്രി കിടന്ന ഉറക്കമില്ല, മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും ഉറക്കമില്ല. അതിനിടയ്ക്ക് എൻ്റെ ഈ ഒരു അവസ്ഥ എനിക്ക് മറ്റൊരാളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, നിർത്താൻ ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ലാത്തതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കേട്ടിരിക്കുന്ന നിങ്ങളടക്കം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു നിർമ്മാതാക്കളോ സ്നേഹിതരോ വീട്ടുകാരോ ആർക്കും നിനക്കൊന്ന് വെള്ളമടിക്കാതെ മര്യാദയ്ക്ക് പഴയ പോലെ ഒന്ന് എഴുതിക്കൂടെ, നീ വിചാരിച്ചാൽ 1 or 2 ന്യൂഡിൽ എഴുതിക്കൂടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവരുടെ വ്യൂ പോയിൻറ്റിൽ അത് ശരിയാണ്. പക്ഷേ 1 or 2 അല്ല 1000 ന്യൂഡൽഹി എഴുതണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ന്യൂ എന്ന് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അളവിൽ അക്ഷരം മാത്രമല്ല മറന്നു പോകുന്നു, ടോട്ടലി നമ്മൾ ബ്ലാങ്ക് ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ ഒരുപക്ഷെ ജീവിതം സ്വാഭാവികമായിട്ട് അതിനിടയ്ക്ക് തന്നെ ഒരു ഇൻ്റർവെൽ പോലെ തന്നെ മാസത്തിലൊരിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. അപ്പോഴത്തേക്കും എൻ്റെ മമ്മിക്കൊക്കെ മനസ്സിലായി ഞാൻ ഭയങ്കര കുഴപ്പത്തിലായിരുന്നു. ഞാൻ ഒരിക്കലും മമ്മിയുടെ ഡാഡിയുടെ മുമ്പിൽ മദ്യപിച്ചിട്ടില്ലെങ്കിലും ഞാൻ ദിവസങ്ങളും മാസങ്ങളും അപ്സ്റ്റെയർ ചെയ്യുന്ന താഴോട്ടിറങ്ങാത്ത അവസ്ഥയിൽ അവർക്കും ഭയമായി തുടങ്ങി. വീട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, നാട്ടുകാർ ചെറിയ തോതിൽ അറിഞ്ഞു തുടങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ എൻ്റെ അസിസ്റ്റൻറ്റും ഡ്രൈവറും ഒക്കെ പോയി ഇങ്ങനെ സ്ഥിരം ബ്രാൻഡ് കടയിൽ നിന്ന് രാവിലെ വൈകിട്ടും ഒക്കെ മേടിക്കുന്നത് നാട്ടുകാരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് രഹസ്യ സ്വഭാവത്തിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇരിക്കെ പനച്ചിക്കലച്ചനെ പോലുള്ള വലിയ ധ്യാന ഗുരുക്കന്മാർക്ക് ഈ പോട്ടയിലും മുരിങ്ങയിലും ഒക്കെ ഉള്ള പനച്ചിക്കലച്ചൻ അദ്ദേഹം വളരെ പ്രശസ്തനായ ഗാനരചയിതാവും കൂടിയാണ്. അദ്ദേഹം തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനു നാഥ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ പനച്ചിക്കലച്ചനൊക്കെ ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ട് എന്നെ പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാ അവസ്ഥകളും എടുത്ത് ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ തീരുകയാണ്. അതായത് എൻ്റെ ഒരു ഡെത്ത് അപ്പോഴത്തേക്കും എൻ്റെ 3ാമത്തെ മകനും ഉണ്ടായി. അവനാണ്ട് 1 വയസ്സ് കഷ്ടിയായിട്ടില്ല. കൊച്ചു പിള്ളേരെല്ലാവരും. ഞാൻ മനസ്സിലായി ഇനി എനിക്കധികം ദിവസങ്ങളില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുടിക്കാൻ പറ്റുന്നില്ല, കുടിച്ചില്ല ജീവിക്കാൻ പറ്റുന്നില്ല, വലിക്കാൻ പറ്റുന്നില്ല, വലിച്ചില്ല ജീവിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ ഇങ്ങനെ കാണാവുന്ന ദൂരത്ത് അസിറ്റീസ് അന്നേരം അനുഭവിക്കുന്നില്ലെങ്കിലും കാണാവുന്ന ദൂരത്ത് വൻ പ്രതിസന്ധി നിൽക്കുന്നു. ഇതിൽ നിന്ന് എനിക്കിനി തിരിച്ചു വരാൻ പറ്റുമോ, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ തന്നെ സൂയിസൈഡ് ചെയ്ത് പോകുമെന്നോ ഒക്കെ ഞാൻ സംശയിച്ചു പോയ ഒരു ഘട്ടമെത്തി ജീവിതത്തിൽ. എനിക്ക് തന്നെ ഇനി ഒരു ഏറിപ്പോയ 10-15 ദിവസമാണ് ലൈഫ് ശേഷിച്ചിരിക്കുന്നതെന്ന ഒരു മാനസികാവസ്ഥ എനിക്കെത്തി. അല്പധൈര്യം, ഭീരുക്കളാണ് സൂയിസൈഡ് ചെയ്യുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ എനിക്കത് അങ്ങനെയല്ല തോന്നുന്നു. എൻ്റെ ഒരു സൂയിസൈഡിങ്ങിനുള്ള ധൈര്യക്കുറവ് കൊണ്ട് ചിലപ്പോൾ ചെയ്യാതിരുന്നായിരിക്കാം ഞാൻ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റ് നിന്നാൽ ഞാൻ വീഴും. അപ്പം ഞാൻ പതുക്കെ ഭിത്തിയിൽ പിടിച്ചാണ് ബാത്റൂമിൽ പോകുന്നത്, കുളിക്കാനൊക്കെ പോകുന്നു. വളരെ ഭിത്തിയിൽ പിടിച്ചു. അപ്പോൾ കുളിക്കാൻ ബാത്റൂമിൽ പോയിന്ന് വീഴാതെ നിന്ന് കുളിക്കണമെങ്കിൽ ഒരു 2 പെഗ് കഴിക്കണം. 2 പെഗ് കഴിച്ചാൽ അതിൻ്റെ ഏതാണ്ട് കിക്ക് കഴിയുന്ന വരെ എനിക്ക് അല്പം നടക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഈ സംഭവം നടക്കുമ്പോൾ ഞാനൊരു 6 മാസത്തിലേറെ ആയിട്ട് ഞാൻ എൻ്റെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടേയില്ല. 6 മാസമായിട്ട്. ഷാജി കൈലാസും രോമമണിയും CB മലയിലും ജോഷിയൊക്കെ മുകളിൽ എൻ്റെ മുറിയിൽ വന്നാണ് കാണുന്നത്.
അപ്പോഴത്തേക്കും എൻ്റെ ഒരു സാധാരണഗതിയിൽ ഒരുത്തം വെള്ളമടിച്ച് കുഴപ്പത്തിലായി അല്ലെ വെള്ളമടിച്ച് പ്രോജക്റ്റ് നടക്കാതെ പോകുന്നു എന്നുള്ള നിലയിലേ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കാശ് വാങ്ങിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അരോമാമണിയൊക്കെ ഞാൻ വെള്ളമടിച്ച് അദ്ദേഹത്തിൻ്റെ പണി ഉഴപ്പുന്നു എന്നുള്ള മട്ടിലൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലും കോട്ടയം കുഞ്ഞച്ചൻ പോലെ ഒരു വൻ ഹിറ്റ് എഴുതിയ ഒരാളല്ലേ എന്നോർത്തൊരല്പം ഇതെങ്കിലും അവർ മോശമായ തരത്തിൽ അദ്ദേഹം വേറെ എന്ന് വെച്ചാൽ എന്നോട് നേരിട്ട് ഫോണിൽ കൂടെ അല്ലെങ്കിൽ തന്നെ മോശം റിയാക്ഷൻസ് വന്നു തുടങ്ങിയത് സ്വാഭാവികമാണ്. ഞാൻ അവരോട് ഏതാണ്ട് പടത്തിൻ്റെ പകുതിയോളം പ്രതിഫലം വാങ്ങിയിട്ട് ആകെ 15 സീൻ എഴുതി വെച്ച് 6 മാസമായിരുന്നു അവർ പറയും. കാരണം നമ്മളുടെ ഒരു അവസ്ഥ ഒരു കൺവിൻസ് ചെയ്യാവുന്നതുമല്ല, കൺവിൻസ് ചെയ്യേണ്ടതുമല്ല. ഞാൻ മറ്റൊരുത്തനാണ് അത് ചെയ്യുന്നതെങ്കിൽ ഞാനും സമ്മതിച്ചു കൊടുക്കുന്നവരില്ല. അങ്ങനെ എനിക്ക് ഏതാണ്ട് ഇത് തീർന്നു പോയി എന്ന് തോന്നിയ ഒരു ദിവസം എൻ്റെ ഒരു ബന്ധു എന്നെ കാണാൻ വന്നു. അപ്പം അദ്ദേഹം സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിലാണെന്നൊക്കെ അറിഞ്ഞ് തന്നെ എന്നെ കാണാൻ വന്നതാണ് പുള്ളി. പക്ഷെ അതൊന്നും ഭാവിക്കാതെ മുകളിൽ കയറി വന്നു. എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്, വക്കച്ചായൻ എന്ന് പറയും. അപ്പം അദ്ദേഹം AGS ഓഫീസിലെ ഒരു ജോലിക്കാരനാണ്. ഫോട്ടോഗ്രാഫിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹോബികൾ. അദ്ദേഹം ഒരു ദിവസം പാട്ടിൻ്റെ വലിയ ഭ്രമക്കാരനാണ്. പാട്ടുകൾ, പ്രത്യേകിച്ച് പി സുശീലയുടെ പാട്ടുകളുടെയൊക്കെ വലിയ കളക്ഷനുള്ള ആളാണ്. അദ്ദേഹം മുറി വന്നപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിച്ചു, വക്കച്ചായൻ പോകുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എൻ്റെ ഭാഗത്തുനിന്ന് ആ ചോദ്യം. അപ്പം വക്കച്ചായൻ പറഞ്ഞു, ഞാൻ നേരത്തെ പോയിരുന്ന സ്ഥലത്ത് അല്ല പോകുന്നത്, ഞങ്ങളവിടെ നിന്ന് 3-4 പേര് പോന്നിട്ട് വക്കച്ചായന് കുടമാളൂരടുത്തൊരു വീടുണ്ട്, വെറുതെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങളൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അത് സഭയോ ഒന്നുമല്ല, ഒരു ബൈബിൾ ക്ലാസ്സാണ്. അത് ഞങ്ങളെന്നല്ല, അത് നടത്തുന്ന ഒരു സിംഗിൾ ഒരാളാണ് ഗുരു കോര ജേക്കബ് എന്ന് പറയും. പ്രായം കൊണ്ട് എന്നേക്കാളൊക്കെ വളരെ ഇളയ ആളാണ്, വക്കച്ചായനേക്കാളും ഒക്കെ ഇളയ ആളാണ്. കോര ജേക്കബ് എന്നുള്ള ആളാണ് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വക്കച്ചായനോട് ചോദിച്ചാൽ എന്താണ് അവിടെ. അപ്പം ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ വന്ന് കോര സാറിനോട് സംസാരിക്കും, അദ്ദേഹം അവരോട് സംസാരിക്കും, അങ്ങനെ ബൈബിളിനെ കുറിച്ച് ചിലത് പറയും. അപ്പോൾ വരുന്നവർക്ക് ആശ്വാസം വരുന്നുണ്ട്. എനിക്കൊരു ഒരു നിമിഷം സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ ഈ കോര ജേക്കബ് എന്ന് പറയുന്ന ആളെ കണ്ടിട്ടില്ല. എനിക്ക് ഒരു കാര്യവും അന്നാ ഡെന്നീസ് വന്നോ, ഡെന്നീസിന് ഭയങ്കര ഗുണം കിട്ടും ഇങ്ങനെയൊന്നും വക്കച്ചായൻ എന്നോട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ ഉടൻ വരെ, ഞാൻ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് വക്കച്ചായൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ വക്കച്ചായൻ പോയി കോര സാറിനോട് ചോദിച്ചു, ശരി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 6 മാസം കൂടി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോകാനുള്ള ധൈര്യത്തിന് ഒരു 2 തന്നെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഡ്രൈവറും ഉണ്ട്, ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു പയ്യനുണ്ട്. ഇവർ 2 പേരും കൂടെ 2 കയ്യിൽ പിടിച്ച് എന്നെ വീടിൻ്റെ സ്റ്റെപ്പ് ഇറക്കി. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെ ദയനീയമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏക മകനാണ് ഈ പോകുന്നത്, 3 ചെറിയ പിള്ളേരും. ഒരു കാറിൽ കയറി നേരെ കുടമാളൂരെത്തി. അപ്പോൾ കുടമാളൂരെത്തിയപ്പോൾ ഞാനപ്പം ഒരു ധ്യാനഗുരു, വലിയൊരു ഒരു ബൈബിൾ പ്രഭാഷകൻ, മറ്റാരും ചെയ്യാത്ത രീതിയിൽ ആധുനിക രീതിയിൽ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ എനിക്ക് തോന്നി, വ്യത്യസ്തതയുള്ള. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില റിച്വൽസൊക്കെ ഉണ്ട് അവിടെ. പ്രത്യേക ചില കുരിശുകളോ രൂപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില ഒരു വെച്ചുകെട്ടൊക്കെ ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു സാധാരണ ഓഫീസ് റൂമിൽ ഒരു ചെയറും, അതിൽ ഒരു പ്രധാന സ്ഥാനത്ത് ഒരു ചെയറും 2-3 ചെയറുകൾ ഇപ്പുറത്തുമായിട്ട് എന്നേക്കാൾ പ്രായം കുറഞ്ഞ വളരെ പ്രസന്നവാനായും സുന്ദരനുമായ ഒരു മനുഷ്യൻ. അത് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു അവസ്ഥയും എൻ്റെ ഒരു ജീവിത രീതിയും, പ്രത്യേകിച്ച് ഈ FIR എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കാൻ പറ്റണം, അത് കഴിഞ്ഞ് എന്തായാലും വിരോധമില്ല. കാരണം അത് എഴുതി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അഡ്വാൻസ് അവർ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാനും നിവൃത്തിയില്ല. പിന്നെ ഈ വെള്ളവടിയും സേർട്ട് വലിയ ഒന്നും നിർത്തി തരണം, അതിനെന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം പുള്ളി ഒരു ചെറിയ ചിരിയോടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സാറ്, ഞാൻ അദ്ദേഹത്തെ ആദ്യത്തെ പരിചയം മുതൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ഞാൻ കോര സാറെന്നാണ് വിളിച്ചു തുടങ്ങിയത്. അത് അന്നും ഇന്നും തുടരുകയാണ്. അപ്പോൾ സാറിനോട് എനിക്ക് വലി നിർത്തണം, കുടി നിർത്തണം, FIR ഇങ്ങനെ എഴുതണം,
അപ്പം സാറിങ്ങനെ ചോദിച്ചു, FIR ഇപ്പോൾ ഉടനെ എഴുതണോ? അതങ്ങ് വിട്ടേക്ക്, തൽക്കാലം അത് എഴുതണ്ടാതെ അങ്ങ് വിട്ടേക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് വിട്ടാൽ എനിക്ക് ഇത്, കാരണം എൻ്റെ ധാരണ ഇത് എഴുതും, കാരണം എനിക്ക് ഒരു 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 കോൺഫിഡൻസ് ഉള്ള കഥയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതോടും വീണ്ടും ശക്തനായ ഒരു റൈറ്ററായിട്ടൊക്കെ നിൽക്കാൻ പറ്റും, വെള്ളവടി നിർത്താൻ പറ്റും എന്നൊക്കെ തുറന്ന് വലിയൊരു കാൽപ്പനിക സങ്കല്പത്തിൽ. അത് സാറപ്പോൾ പറഞ്ഞു എഴുതാനൊക്കെ പറ്റിക്കാം, അപ്പോൾ തൽക്കാലം നമുക്കിത് അതങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ അവരോട് കുറേ പണം മേടിച്ചു പോയി. സാറ് പറഞ്ഞു അത് പണം മേടിച്ച സാരമില്ല, പണം ഞാൻ തരാം, തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്കതെങ്ങനെയെങ്കിലും എഴുതിയേ പറ്റുള്ളൂ, വെള്ളവടി നിർത്തണം. അപ്പം സാറ് പറഞ്ഞു, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യണ്ട, പൊയ്ക്കോ, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വാ എന്ന് പറഞ്ഞ് കുറച്ച് ബൈബിളിനെ കുറിച്ചൊക്കെ 1-2 കാര്യങ്ങളിങ്ങനെ പുള്ളി പറഞ്ഞിട്ട് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു നിരാശ തോന്നി. അത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വെള്ളവടിയും സിഗരറ്റ് വലിയും നിർത്തുക എന്നുള്ളതല്ല, അല്ല അതിപ്പോൾ അങ്ങനെ നിർത്താൻ വേണ്ടി നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുമൊന്നും വേണ്ട. അപ്പോൾ പോകാൻ നേരത്ത് ഞാനൊരു ധൈര്യത്തിന് ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇത്തിരി ക്ഷോഭിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറേ കാലം ആയില്ലേ പ്രാർത്ഥനയും പൂജയും, 24 hours പ്രാർത്ഥനയും 24 hours പൂജയും, പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നില്ല, ഇനി കുറച്ച് ദിവസത്തേക്കൊന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് അനുസരിക്കാനുള്ളത്. എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. എനിക്ക് ഇതിനോട് എന്തെങ്കിലും ഈ പ്രത്യേക ഒരു പ്രാർത്ഥന പറഞ്ഞു തരുമെന്നും പുള്ളി എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേക രീതിയിൽ ഇത് നിർത്താനുള്ള ശക്തി കിട്ടുമെന്നൊക്കെ ധരിച്ചാണ് ഞാൻ പോയിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ അദ്ദേഹം പൊയ്ക്കോ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വാ, തൽക്കാലം പോക്കോ, പ്രാർത്ഥനയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുത്തിൻ്റെ കാര്യം നടന്നോളൂ, അത് പൊക്കോ, ഒരാഴ്ച കഴിഞ്ഞ് വാ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയൊരാശ്വാസം മനസ്സിൽ തോന്നിയെങ്കിലും ഭയങ്കര ആശ്വാസം എനിക്കറിഞ്ഞൂടാ. ആശ്വസിക്കേണ്ട നമ്മൾ പ്രത്യക്ഷ രീതിയിൽ ഒരു സാരയില്ല, ഞാനെല്ലാം ഏറ്റവും ഇതങ്ങനെയൊന്നുമല്ല, ഒരു വലിയ രീതിയിലുള്ള ആശ്വാസവചനങ്ങളല്ല പറയുന്നെങ്കിലും അവിടുന്ന് ഇറങ്ങിയപ്പോൾ പോലെ എനിക്ക് ഭയങ്കരമായ ഒരു ഡിവൈൻ ആശ്വാസം ഉള്ളാൽ തോന്നി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു നിരാശയുണ്ട്. ഈ വെള്ളവടി നിർത്താനും എഴുതി തുടങ്ങാനും ഒക്കെ ഉള്ള ഒരു കാര്യം, ഒരു ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ചില കാര്യങ്ങൾ, ചില അത്ഭുതങ്ങൾ അവിടെ നിന്ന് നടക്കുന്നില്ലല്ലോ എന്ന് ധരിക്കുന്നു. അങ്ങനെ ഒരു 6-7 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. 7 മണി എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത പെഗ് കഴിച്ചിരിക്കണം. ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഉടനെ ഞാൻ സിഗരറ്റ് എടുത്തപ്പോൾ ഞാൻ പതിവില്ലാതെ അങ്ങ് ചുമച്ചു. എനിക്കതൊരു ഒരു സിഗരറ്റിൽ ഒരു 2 പുക കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ ആ സിഗരറ്റ് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പെഗ്ഗെടുത്തു. ഞാൻ ഒരു 1-2 കവിള് കഴിച്ചപ്പം ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അത് സാധാരണ ഞാനങ്ങനെ മദ്യപിച്ച് ഛർദ്ദിക്കുന്ന ആളല്ല. ഇത് ഒരു പെഗ് അടിച്ചപ്പോൾ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് സംഭവിക്കുന്ന ഒരു ഡിസംബർ 22-ാം തീയതിയാണ്. അതൊരു 7 മണിക്ക് ഈ സംഭവം നടക്കുന്നു. പിന്നീട് ആ പെഗ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നീട് ആ സിഗരറ്റും എനിക്ക് വലിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 19 വർഷം കഴിഞ്ഞു. ഈ അടുത്ത ഡിസംബർ ആകുമ്പോൾ 20 വർഷമാവും. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തരത്തിലുള്ള മദ്യമോ സിഗരറ്റോ ഞാൻ വലിച്ചിട്ടില്ല. എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദിവസത്തെ അനുഭവം. പക്ഷേ 2-ാമത്തെ ദിവസം മുതലുള്ള എൻ്റെ അനുഭവം എനിക്ക് വലിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് നഷ്ടപ്പെട്ടു പോയത്. അതായത് വലിക്കണം, കുടിക്കണം എന്ന് പറയുന്ന ഒരാഗ്രഹവും എൻ്റെ ഡിപ്പെൻഡൻസിയും സ്വിച്ചിട്ടതുപോലെ അവസാനിച്ചു. അല്ലാതെ മദ്യപിച്ചിട്ട് ചിലർ മദ്യപാനം നിർത്തുന്നവർ വേറുള്ളവർ മദ്യപിക്കുന്നത് കാണുമ്പോഴത്തേനും ടെൻഷൻ വരികയും മസിൽ പിടിച്ച് കുടിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നീട് എൻ്റെ പല ബന്ധുക്കളുടെയും വീടുകളിലൊക്കെ നടന്നിട്ടുള്ള ചില മദ്യപാന പാർട്ടികൾക്ക് പോലും ഞാൻ ചുമ്മാ
ബാർമാനായിട്ട് വരെ നിന്നിട്ടുണ്ട്. എനിക്ക് അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപിക്കാൻ തോന്നിയിട്ടുമില്ല, മദ്യപിക്കാൻ പറ്റിയിട്ടുമില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ പതുക്കെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അപ്പോഴും സാറ് പറഞ്ഞു, വേണമെങ്കിൽ ആ പടം ഉപേക്ഷിക്കാം, അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പ്രയോജനമില്ല, അവരുടെ പണവും വേണം അതിൻ്റെ നഷ്ടപരിഹാരം കൊണ്ട് തിരികെ കൊടുത്തേക്കാം, എന്നാലും എനിക്കത് എങ്ങനെയെങ്കിലും എഴുതണമെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഞാൻ വാശി പിടിച്ചു വന്നുകൊണ്ട് സാറങ്ങ് അനുവദിക്കുകയും പതുക്കെ എനിക്കത് എഴുതി തീരാൻ പറ്റുകയും ചെയ്തു. അപ്പോഴും എനിക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഓർക്കാനൊക്കെയല്ലോ. അപ്പോഴത്തേക്കും ഷൂട്ടിങ്ങൊക്കെ അവർ തീരുമാനിക്കുകയും മണിസാറിൻ്റെ മകനും ഷാജി കൈലാസും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും എല്ലാം അരോമ മോഹൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് മണിസാറിൻ്റെ ബന്ധുവാണ്. ഇവരെല്ലാം കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ് ട്രിവാൻഡ്രത്തിന്. എനിക്ക് ട്രിവാൻഡ്രം വരെ പോയിട്ട് കോട്ടയം വരെ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കൊരസാറ് പറഞ്ഞില്ല, ധൈര്യമായിട്ട് വയ്ക്കും, എഴുതി തീർക്കാൻ പറ്റും, അത് തീർത്തിട്ട് പോരും, എന്തായാലും നിങ്ങൾക്ക് അത് എഴുതണമെന്ന് നിർബന്ധമല്ലേ, പോയിട്ട് പോരുന്നു പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തുന്നു, അവരൊരു ഗസ്റ്റ് ഹൗസിലാക്കുന്നു. ഞാനത് ഒരു തരത്തിൽ എഴുതി കഴിഞ്ഞു. ഒരുവിധം തരക്കേടില്ലാത്തൊരു സ്ക്രിപ്റ്റാണെങ്കിലും അതിനും പിന്നീടും ചില പ്രശ്നങ്ങൾ, അതിൻ്റെ ചില ക്ലൈമാക്സ് സീനുകളെ സംബന്ധിച്ച് തർക്കങ്ങളും ഷാജി കൈലാസ് വേറെ രീതി മാറ്റിയെടുക്കലും, അതിനൊന്നും ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് ശരിയാവുന്ന രീതിയിൽ, എനിക്ക് ശരിയാകുമെന്ന് തോന്നിയ ഒരു രീതി ഞാൻ ചെയ്യുകയും ഓൾമോസ്റ്റ് ഫിനിഷായി തീർക്കുകയും തിരിച്ചു പോരുകയും അതൊരു വലിയ ഹിറ്റല്ല, എന്നാൽ പരാജയമല്ലാത്തൊരു ആവറേജ് സിനിമയായി തീരുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴും ഈ നടക്കാനും മൂവ്മെൻറ്റിനുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ പിള്ളേർക്ക്, ഞാൻ പറഞ്ഞുകൂടാതെ അതിപ്പം എൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടൊന്ന് സൂചിപ്പിച്ച് വിടുകയാണ്. 3 പിള്ളേരും 3 തരത്തിൽ നിത്യരോഗികളായി ആ സമയത്ത്, 3 തരത്തിൽ. അതിൻ്റെ ഡീറ്റെയിൽസിങ് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, എന്നാലും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ബുധനാഴ്ചകളിൽ ഇവിടെ ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്, ഡെന്നിസിന് വരണമെങ്കിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അപ് ടു യു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബുധനാഴ്ച തുടങ്ങി ഞാനും എൻ്റെ ഭാര്യ ലീനായും പോയി തുടങ്ങുന്നു മാത്രമല്ല, എൻ്റെ ആ ഒരു ഭീകര രോഗാവസ്ഥകൾ മാറി. അപ്പോഴൊക്കെ 2 പേര് ഇടവും വലവും നിന്ന് വണ്ടിയെ കയറ്റി തന്നെയാണ് പോകുന്നത്. അത് പതുക്കെ ആ ഇടവും വലവും ഉള്ളവരുടെ സാന്നിധ്യം ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അവസാനിച്ചു. തന്നെ കാറൊക്കെ പോകാൻ തുടങ്ങി. പിന്നീട് കുറച്ച്, അതായത് ഞാൻ അപ്പോഴത്തേക്കും ഒരു ബസ്സിലൊക്കെ കയറിയിട്ടാണ്ട് ഒരു 10 വർഷമായിരുന്നു. കാരണം ജാടയുടെ ഭാഗമായിട്ടല്ല, ബസ്സിൽ കയറാൻ പോലും വയ്യ. ബസ്സിലൊന്നും കയറി ഒരു സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ കയറാൻ, ഇപ്പം നിങ്ങൾക്ക് തോന്നും ഒറ്റയ്ക്ക് ബസ്സിൽ കയറാൻ പോകുന്ന എത്ര വലിയ ആനക്കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഏറ്റുമാനൂരിൽ നിന്നൊരു ബസ്സിൽ കയറി കോട്ടയം വരെ പോയി, അല്ല എറണാകുളം വരെ പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു ജന്മത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ. അപ്പോൾ ഞാനൊരു വലിയ കാര്യമായിട്ട് അതിനെ പറയുമ്പോൾ ഞാനായിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ രോഗാവസ്ഥകൾ മാറി തുടങ്ങി, എൻ്റെ ഒരു അവസ്ഥകൾ മാറി തുടങ്ങി. അങ്ങനെ എന്നെ സംബന്ധിച്ച്, അതായത് ഞാൻ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു അടുത്ത ന്യൂഡൽഹിയോ അടുത്ത ആകാശദൂതോ എഴുതുന്ന അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദിയും കടപ്പാടും വിശ്വാസവും ഉള്ളത് കോര ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യനോടാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു. അദ്ദേഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും ഞങ്ങളിപ്പോൾ ഭൂമിയിലില്ല ജീവനോടെ, അതാണ് സത്യം. അപ്പം അദ്ദേഹത്തിനോടുള്ള ഒരു കടപ്പാടാണ് എൻ്റെ ഒരു ജീവിതം. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ഇന്ന രീതി ചെയ്യണം എന്ന് പറയുന്നു എന്നല്ല, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനോടുള്ള കടപ്പാടാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോവുകയോ സിനിമ എഴുതുകയോ സിനിമാക്കാരോട് മിണ്ടുകയോ ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് പറയുന്ന ഒരവസ്ഥയൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുക ലോകത്തിലെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് കോരസാറിൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഒരു മനുഷ്യന് സാധാരണഗതിയിൽ വേറൊരു മനുഷ്യനോട് ഇത്രയേറെ വിശ്വസ്തയോടെയും റിലയബിലിറ്റിയോടും പെരുമാറാൻ കഴിയുമെന്ന് സാറിനെ പരിചയപ്പെടുന്നവരെ ഞാൻ ധരിച്ചിരുന്നില്ല. കാരണം അതുപോലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ എൻ്റെ ജീവിതത്തിലോ എൻ്റെ മക്കളുടെ ജീവിതത്തിലോ ഞങ്ങൾക്ക് ഇനി കണ്ടുമുട്ടാൻ പറ്റുകയില്ല. അപ്പോൾ ഇനിയുള്ള ജീവിതവും ഇതുവരെയുള്ള ജീവിതവും ഞാൻ വളരെയേറെ
അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ കടപ്പാടിന് തക്ക ഒരു നന്ദി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വിഷമം. അതിനെനിക്ക് ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞ കൺക്ലൂഷൻ എനിക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എന്നാൽ ആവുന്ന വിധം ഞാൻ ശ്രമിച്ചു. താങ്ക് യു.